അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അങ്കിളിൻ്റെ ഫാം ഹൗസ് ഒക്കെ അടിപൊളിയായിരുന്നല്ലേ? അതെ, അടിപൊളി സൂപ്പർ ഫാം ഹൗസ് ആയിരുന്നു. നമ്മുടെ എക്സ്പീരിയൻസ് കിടു അപ്പം അത്രയും ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഇറങ്ങി. ഇനി നേരെ ഊട്ടി അല്ലെങ്കിൽ ഉദകമണ്ഡലം അല്ലേ? ആ പാട്ടന ഊട്ടി പട്ടണം நம்ம ராசா அது குதிரைக்கு எதிரு பாக்கி அவ அடிச்சிடும் பெருசு பெரிய லாக்கா பெருவும் ஜாக்கா இதை இந்த பட்டணம் போட்டி கட்டட சோட்டி கட்டடுமா. അപ്പം വെൽക്കം ടു ഊട്ടി. റോഡ് കണ്ടോ? കിടുക്കൻ റോഡ് അല്ലേ? കിടുക്കൻ റോഡെന്ന് പറഞ്ഞാൽ ഒരു ചുളുവോ ഒന്നും ഇല്ലാത്ത കിടുവ് റോഡെന്ന് പറയും. പക്ഷേ നമ്മൾ ഇന്നാൾ വന്ന ഈ റൂട്ടല്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഇത് വേറെ പുതിയ ഹൈവേ ഓപ്പൺ ആക്കിയതാണ്. അവിടെ ടോൾ ബൂത്തൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര രസമാണ് കാണാനായിട്ട് കണ്ടല്ലേ കിടു. അങ്ങോട്ട് ഇങ്ങനെയുള്ള റോഡ് വഴി പോകുമ്പം നമുക്ക് ഇഷ്ടം പോലെ ആടിനെയും പശുവിനെയൊക്കെ ഇങ്ങനെ റോഡിക്കടെ മേയിച്ചുകൊണ്ട് വരുന്ന കാണാൻ പറ്റും. കണ്ടോ? ഇഷ്ടം പോലെ ആടുണ്ട്. ഇഷ്ടം പോലെ എന്നൊക്കെ പറഞ്ഞ കണക്കെ ഇഷ്ടം പോലെ ആടുമുണ്ട്, കഴുതയുണ്ട് അല്ലേ? ചെമ്മരിയാടെന്ന് തോന്നുന്നു. ചെമ്മരിയാടും ഉണ്ട്, കഴുതയുണ്ട് അല്ലേ? എല്ലാ സംഭവങ്ങളും ഉണ്ട്. അടിപൊളി. നമ്മുടെ ഇവിടെ മുഴുവൻ ഇങ്ങനെ കൃഷികൾ അല്ലേ? നെൽകൃഷിയും നമ്മുടെ മനസ്സിൻ്റെ ഒരു കുളിർമ. കുട്ടനാടി പോയൊരു പ്രതീതി. അവിടെ നമ്മൾ ആൾക്കാരൊന്നും കണ്ടത് ഇവിടെ ഈ കാള കൊണ്ട് പൂട്ടി. നമ്മുടെ ഇടയ്ക്ക് ഇപ്പം മെഷീനാണ് അല്ലേ? ട്രാക്ടറാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇവിടെ ഈ കാള കൊണ്ട് ഇങ്ങനെ പൂട്ടുകയും അങ്ങോട്ട് ഈ പാടം മുഴുവൻ ഇങ്ങനെ ഇവർ കൊയ്യുക ഇതൊക്കെ ചെയ്താൽ ഭയങ്കര ഞാറ് നടാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഭൂമിയൊക്കെ. എപ്പോഴും ആ കാളയെ പൂട്ടുന്നതൊക്കെ പഴയ ഒരു ഫീലിംഗ്. ഇതൊക്കെ ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ കാണുക. നമ്മളവിടെ ഓൾറെഡി മാറിക്കഴിഞ്ഞു അല്ലേ? ഇവിടെ ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ കൂടി വരുമ്പോൾ ഈ കാഴ്ചകൾ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. എന്തൊരു മനോഹരമാണെന്നറിയോ? പാലക്കാട് പോലും ഇല്ല ഇങ്ങനെ ഇപ്പം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും. ലേഡീസ് ഒന്ന് ഞാറ് നടന്നുണ്ട്. ഇതൊക്കെ കിട്ടാക്കാഴ്ചകൾ അല്ലേ? ഇതൊക്കെ ഇപ്പം കിട്ടാക്കാഴ്ചകളാണ്. ഇപ്പം മെഷീനും കൊണ്ടാണ് എല്ലാ സംഭവം. ഇതൊക്കെ ഇവിടെ വന്നാൽ ഇത് കാണാൻ പറ്റുമല്ലോ. അടിപൊളി. കണ്ടോ? ഈ പോകുന്ന റൂട്ട് മുഴുവൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അല്ല ഈ സംഭവം എന്ന് പറഞ്ഞാൽ ചോളമാണ്. ചോളം ഈ റോഡിലിട്ട് ഇങ്ങനെ അവർ ഉണക്കാം. നമ്മുടെ നെല്ലൊക്കെ ഉണക്കുന്ന ഉണക്കല്ലേ? ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ അവർ ആ സാധനം കൊണ്ട് ഇങ്ങനെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. അല്ലേ? ചോളം ഉണക്കുന്നില്ല. ഭയങ്കര രസമുണ്ട് കാണാൻ. സൂപ്പർ, അടിപൊളി. അത് മെയിൻ റോഡിലല്ലേ? അടിപൊളി. അതിപ്പോൾ വന്നൊരു കാഴ്ചയാണ്. നമ്മുടെ റോഡിൽ ആ നാട്ടിലേക്ക് ഈ റോഡിലിട്ട് ഇങ്ങനെ ഉണക്കാൻ പറ്റുമോ അല്ലേ? അപ്പോൾ ഇതാണ് ചോളം. ഈ ചോളം എല്ലാവർക്കും അറിയാം ചോളം എന്നാണല്ലോ. ഇത് ഉണക്കി ഇനി ഇവർ പൊടിക്കും അല്ലേ? അതെ. അപ്പോൾ അതേ ഞങ്ങൾ വണ്ടി ഓടിച്ച് നമ്മുടെ ബന്ദിപ്പൂരിൻ്റെ താഴെ നമ്മൾ വന്നേക്കാണ്. അതായത് ഗുണ്ടൽപ്പട്ടിൽ ഇങ്ങോട്ട് വരുന്ന സ്ഥലം. അനുസാറെ സ്ഥലത്തിൻ്റെ പേരിന് ഹംഗള എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ സൂര്യകാന്തിയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഭയങ്കര മനോഹരമായിട്ട് പല റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നതാണ്. അന്ന് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് കിട്ടിയില്ല. ഇന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഏകദേശം ഇപ്പം 1 മണിയായി. വിശപ്പിൻ്റെ വിളിയും വരുന്നുണ്ട്. ഒരു ഭയങ്കര കീരുന്ന ഇവിടെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ ഏതായാലും നമ്മൾ അതൊന്നും കാണണ്ട. നമുക്ക് നേരെ നല്ല കാഴ്ചകൾ തേടി ഭക്ഷണം കഴിച്ച് നേരെ ഉദകമണ്ഡലം അല്ലെങ്കിൽ ഊട്ടി. ഇപ്പം എൻ്റെ സീസൺ കഴിഞ്ഞ് ഓണമൊക്കെ കഴിഞ്ഞതോടുകൂടി അല്ലേ? അല്ലെങ്കിൽ ഭയങ്കര രസമാണ് ഇത് കാണാൻ. കണ്ടില്ലേ? ചെണ്ടുമല്ലി സൂപ്പർ. അടിപൊളി. ചെണ്ടുമല്ലിപ്പൂ ഇതേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഇതേ ചെണ്ടുമല്ലിപ്പൂ ഇതേ ഭയങ്കര രസമാണ്. ഇത് നമ്മുടെ KL വണ്ടികളൊക്കെ വന്നാണ് ഇവിടെ ഇവർ കാണുന്ന ഇത് സംഭവം. കണ്ടില്ലേ? ഭയങ്കര രസമുണ്ട് കാണാൻ. ഭയങ്കര രസമാണ് ഇത് കാണാൻ അല്ലേ? ചെണ്ടുമല്ലിപ്പൂ അല്ലേ? ഇതിന് വേറെ എൻ്റെ ഒരു പേരും പറയുമല്ലോ. അത് നമ്മുടെ അവിടെ എൻ്റെ ഒരു പേര് പറയും. ജമന്തി. അതാന്ന് തോന്നുന്നു. ഏതായാലും ഭയങ്കര രസം ഇങ്ങനെ നിൽക്കുന്നതാണ്. ഭയങ്കര രസമാണ്. അവിടെ ചുമന്ന പൂക്കളുണ്ട് അവിടെ. പക്ഷെ അത് ഇതിൻ്റെ സീസൺ കഴിഞ്ഞു. ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്. ഏതായാലും സംഭവം സൂപ്പർ കേട്ടോ. അടിപൊളി.
അനുവേ ഈ ഇത് ഓർക്കുന്നുണ്ടോ ഈ റെസ്റ്റോറൻറ്റ് അതായത് അന്നത്തെ കാൻസ് റെസ്റ്റോറൻറ്റ് നമ്മൾ ഇന്നാണ് വന്നത്. നമ്മൾ രാത്രിയിലായിരുന്നു. അത് ഇവിടുന്ന് മോളെ താമസിച്ചു. അടുത്ത മൂടത്താണ്. ഇപ്രാവശ്യം നമ്മൾ താമസിക്കുന്ന എല്ലാ ഫുഡ് കഴിക്കുകയാണ്. എന്നിട്ട് നേരെ മല കയറുക. ഊട്ടി മല കയറി വീട്ടിൽ നല്ല ഫുഡ്. സല്യൂട്ട്. ഓടി സല്യൂട്ടാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഈ സെയിം അച്ചായനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടത്. അപ്പോൾ പുള്ളി ഇവിടെ കണ്ടെത്തി. പുള്ളി പറഞ്ഞ് വൈകിട്ട് ഇവിടെ ഇതൊക്കെയല്ലേ നമ്മുടെ പുലി ഇതൊക്കെ ചില സമയങ്ങളിൽ ക്രോസ് ചെയ്യും, കടുവ ക്രോസ് ഇടുന്ന പുള്ളി പറഞ്ഞിട്ടുണ്ട്. അടിപൊളി കൊള്ളാം. ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇച്ചിരി കത്തിയാണ്, വില ഇച്ചിരി കത്തിയാണ് അല്ലേ. പോർഷൻ ചെറുതാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ആംബിയൻസ് ഒക്കെ കൊള്ളാം. അവിടെ ഇങ്ങനെ അച്ചായൻ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ കണ്ടതാണ്. പുള്ളി പറഞ്ഞ് രാത്രി ഇവിടെ പുള്ളി ദിവസം 24 hours ഡ്യൂട്ടി ചെയ്യും. അപ്പോൾ രാത്രി ഇതുവഴി പുള്ളിക്ക് വെളിയിരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ പുലിയും കടുവയൊക്കെ ഇടയ്ക്ക് ഇതുവഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ മലയിലോട്ട് പോകുന്നതാണ് പറഞ്ഞത്. അത് ശരിയായിരിക്കും, കാരണം തൊട്ടപ്പുറത്തെ വനമല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ബന്ദിപ്പൂർ വനത്തിനകത്തോട്ട് കയറുകയാണ്. ഈ സമയത്ത് ഒന്നും കാണാൻ പറ്റുക എന്നുള്ളത് ഒറ്റ പ്രതീക്ഷയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ്, നല്ല ഉച്ച സമയമാണ്, 2:30 മണിയായി. അപ്പം നല്ല ചൂടാണ്. അപ്പോൾ ഇനിയും അങ്ങനെ കാഴ്ചകളൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ പകർത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നേരെ മസന്നഗുഡ് വഴി ഓട്ടേ. അങ്ങോട്ട് കയറി വഴിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മാനുണ്ട്, പക്ഷേ ചൂടിൻ്റെ ആധിക്യം കാരണം അമ്മാർ ആ സൈഡിൽ ഇങ്ങനെ കിടക്കുക അല്ലേ. ഇഷ്ടംപോലെ പുള്ളിമേ കൃഷ്ണമൃഗം ഇഷ്ടംപോലെ മാൻ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടപ്പുണ്ട് കണ്ടോ. പക്ഷേ അത് ഇപ്പോൾ ഒരു 2-2:30 ആയില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട്. ചൂട് കൂടുതൽ കാരണം അമ്മ പതുക്കെ പമ്മി കിടക്കുകയാണ് അവിടെ. വലിയൊരു കൊമ്പൻ, അതിൻ്റെ കൊമ്പ് കണ്ടോ അല്ലേ. അടിപൊളി കൊമ്പ് ഭയങ്കര ഒരു കൊമ്പനാണ്. അയ്യോ, നമ്മൾ പെട്ടെന്ന് കണ്ടോ. നമ്മൾ ആനയെ കാണാൻ പറ്റിയാലെന്നാണ് ഓർത്തത്, പക്ഷെ ആനയത്തെ കണ്ടു. അങ്ങനെ ഒരു ആനയും കണ്ട് കുറച്ച് മാനയും കണ്ടല്ലേ. ഇനിയും പോട്ടെ തൊട്ട് നമ്മുടെ നീലഗിരി തുടങ്ങാം അല്ലേ. പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ അലൗഡല്ല. പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നത് ശരിയല്ല. ഞങ്ങളെ ഒരു കുപ്പി ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ ഒരു ബോട്ടിൽ അവിടെ കളഞ്ഞു, പ്രോപ്പറായിട്ട് കളഞ്ഞു. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, തമിഴ്നാട് ഇപ്പോഴത്തെ കർണാടക അല്ലേ. ഇതുവഴിയൊക്കെ ആനയൊക്കെ അല്ല ഈ കടുവയൊക്കെ ഈ ഇതുവഴി നടന്നൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു നേരത്തെ. കാട്ടുപോത്ത് ആൾക്കാർ പറയുന്നത്, പക്ഷെ ഇത് കാട്ടിയാണ് സംഭവം. ഇത് കാട്ടുപോത്തല്ല, ഇതിന് ബൈസനാണ് സംഭവം. ബൈസൺ എന്ന് ആൾക്കാർ പറയുന്നത്. ഇപ്പം ഞങ്ങളിത് ഈ കാട്ടിയെ കണ്ടു. കാട്ടിയാണത്, കാട്ടുപോത്തല്ല. കാട്ടുപോത്ത് വേറെയാണ്. അത് ഈ നമ്മുടെ ഇവിടുത്തെ വനങ്ങളിൽ ഉണ്ടായിരിക്കും, എനിക്കറിയാൻ പറ്റില്ല. നമ്മുടെ എരുമയൊക്കെ പോകണമെങ്കിൽ ഒറിജിനൽ കാട്ടുപോത്ത്. ഇത് കാട്ടി ബൈസൺ എന്ന് പറയും. എല്ലാവരും കാട്ടുപോത്ത് എന്ന് പറയാം. ഞാൻ ഈയിടെ ഓസ്ട്രേലിയയിൽ ട്രിപ്പ് നടത്തിയായിരുന്നു. അപ്പം ഞങ്ങൾ ഒറിജിനൽ കാട്ടുപോത്ത്, അതായത് വൈൽഡ് വാട്ടർ ബഫലോനെ നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതാണ് കാട്ടുപോത്ത്. അപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഉച്ചയ്ക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമുക്ക് അല്ലേ, ഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു കടുവേങ്ങണം കിട്ടിയ പുള്ളിയായിരുന്നു. കാരണം നമ്മൾ കരടി കാട്ടുപോത്തെന്ന് പറഞ്ഞാൽ ഈ കാട്ടിയെ കിട്ടി, നമുക്കൊരു ആനയെ കിട്ടി, പിന്നെ കുറച്ച് മാൻകൂട്ടത്തെ കിട്ടി, പിന്നെ മയിലിനെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടു. അപ്പോൾ ഏതായാലും ഈ ഇതുവഴി വന്ന യാത്ര ഏതായാലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ഇച്ചിരി മൃഗങ്ങളെയൊക്കെ സൈറ്റ് ചെയ്യാൻ പറ്റി. ഈ കാണുന്നുണ്ടല്ലോ, ഇത് മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന അധികം പേര് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഈ റോഡും ഈ പരിസരവും ഈ പാലമൊക്കെ മിക്ക വീഡിയോകളും നമുക്ക് ഈ സ്ഥലം കാണാം. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 36 ഹെയർ പിൻ ബെൻഡുകളുണ്ട് നമുക്ക് ഊട്ടി വരെ എത്താൻ. ആയില്ല, റെക്കോർഡായില്ല. വട്ടെ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വഴിക്ക് ഏകദേശം എത്രയും 36 ഹെയർ പിൻ ഉണ്ട് അല്ലേ. 36-39 ഉണ്ട്. ഇവിടെ ഊട്ടിക്ക് മസന്നഗുഡി വഴി ഊട്ടി എന്നൊക്കെ പറയും. ആ വഴി നമ്മൾ ഇങ്ങോട്ട് മനോഹരമായ വഴി കയറി വന്ന്. പക്ഷേ ഇവിടെ വന്ന വണ്ടി നല്ലോണം നമ്മുടെ ടെമ്പറേച്ചർ മാറാതാണെങ്കിൽ വണ്ടി ഹീറ്റായി. ഈ വണ്ടി അങ്ങനെ ഇട്ടേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഇച്ചിരി ഒന്ന് വണ്ടിയുടെ ഒന്ന് ബോണറ്റ് വെക്ക് വെച്ചേക്കാണ്, ഇച്ചിരി ഒന്ന് കുളിർമ വരുത്താൻ വേണ്ടി. ഇനിയിപ്പോൾ ഇവിടുന്ന് 26-25 ഹെയർ പിൻ ഇനിയുണ്ട്.
ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ പതൊക്കെ എടുത്തുകൊണ്ട് നേരെ ഉദക്കം മണ്ട പോസ്റ്റായില്ലേ? പോസ്റ്റായി. 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് താഴെ. അവിടുന്ന് വണ്ടി ചൂടായി, വണ്ടി ഒരിടത്ത് നിർത്തി. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് കുടിച്ച അണ്ണൻ്റെ കടയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ചായ കുടിക്കുകയാണ്. ആ ടേസ്റ്റ് കൊണ്ട് വണ്ടി ഒന്ന് തണുക്കും. അതുകൊണ്ട് ചായ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിച്ചിട്ട് 13 ഹെയർ പിൻ കൂടെ ഉണ്ട് കയറാൻ. 10 ഹെയർ പിൻ ഉണ്ട് കേട്ടാ. 10 അല്ലേ? ഇതാണ് മസാല ചായ, സൂപ്പർ സംഭവം. ഫോറസ്റ്റ് ഹണിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, തേന് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ഒറിജിനൽ തേനാട്ടത്. ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പെപ്സി, കോള ഇത് കണ്ടില്ലേ, ഇതൊക്കെ കുപ്പി ബോട്ടിൽ കുപ്പി ബോട്ടിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം. പഴയ ഗോലി സോഡ പോണക്ക്. ഇത് സോഡയാണ്, ഗോലി സോഡയാണ്. അല്ലാതെ ഈ പെപ്സി എല്ലാം ഇങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ ഇത് കണ്ടോ, ഇത് വേറെ, ഇത് എന്തോ മിറണ്ട എന്തോ സംഭവമാണ്. ഇതുപോണക്കുള്ള സാധനമാണ്. അപ്പം കുപ്പി ഇവിടെ, പിന്നെ ഈ 5 ലിറ്ററിൻ്റെ വെള്ളമാണ്. കാരണം ഇത് നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. ഇതെല്ലാം നാട്ടിൽ ഉണ്ടാക്കണം. അങ്ങനെ ചായയും കുടിച്ചു. തിരിച്ചു വരി. ചായ കുടിച്ചു, നല്ല ഒന്നാമത്തെ ചായ. പിന്നെ തിരിച്ച് വണ്ടി ഒന്നും അങ്ങോട്ട് പോകുമല്ല. പിള്ളേരൊക്കെ തിരിച്ചു പോകുന്ന കാരണം അവിടെ തടയും അല്ലേ. വണ്ടി ഈ വഴിയെ പോകുന്നവർ നമ്മൾ രാത്രി അത് ഇച്ചിരി സമയം കഴിഞ്ഞ് അങ്ങോട്ട് ഇറക്കി വിടുക. അങ്ങോട്ട് അവരൊക്കെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഏതായാലും നേരെ ഊട്ടി. അപ്പോൾ ഞങ്ങൾ വണ്ടി ഓടിച്ച് വണ്ടിയുടെ ചൂടൊക്കെ കളഞ്ഞ് കയറ്റി ഞങ്ങളത് ഊട്ടി വന്നു. അതായത് ഊട്ടി ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലാണ്. ഇതിൻ്റെ പേര് ദർശൻ കണ്ടത്. ഞങ്ങൾ പോയിടത്തൊന്നും റൂം ബുക്ക് ചെയ്തില്ല, കാരണം ഞങ്ങൾ നേരിട്ട് വിലപേശുകയായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല ഡീലിന് കിട്ടി വേറെ റൂമുകളല്ല ഞങ്ങൾ വന്ന വഴിക്കല്ല. അപ്പോൾ ഞങ്ങളുടെ ഊട്ടി വന്ന് നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ, ലേക്കിൻ്റെ വ്യൂ തൊട്ട് പുറകെ കാണാൻ പറ്റും. നല്ല ഹോട്ടലാണ്. വെജിറ്റേറിയൻ ആണെന്നുള്ളൊരു കുഴപ്പമുള്ളൂ. നോൺ വെജ് വേണമെങ്കിൽ നമ്മൾ വേറെ ഫുഡൊക്കെ വേറെ കഴിക്കണം. അപ്പോൾ കുഴപ്പമില്ല, നല്ല വ്യൂ ഉള്ള അതിമനോഹരമായ ഒരു ഹോട്ടൽ. അപ്പോൾ ഇന്നാണ് ഇവിടുത്തെ സ്റ്റേ. നാളെ രാവിലെ മേട്ടുപ്പാളയം കോയമ്പത്തൂർ വഴി കോട്ടയം.